നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഷാർജ ഷേക്ക് അതൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി. ഇപ്പോൾ ഷാർജ ഷേക്കല്ല, കേരള ഷേക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ചക്കക്കുരു വച്ച് ഉണ്ടാക്കുന്ന ഷേക്ക്. അപ്പോൾ നമ്മൾക്ക് ചക്കക്കുരു ഷേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ടൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 8-10 ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നടുകെ പൊളിച്ചാണ് ഇട്ടേക്കണത്, പെട്ടെന്ന് നമുക്ക് ബോയിലായി വരാനായിട്ട്. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ്സിന് വേണ്ടി ഉള്ള ചക്കക്കുരുവാണ് എടുത്തേക്കണത്. ഇത് അല്പം വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ കേട്ടിട്ട് 1-2 വിസിലും കൂടി ഫ്ലെയിം കുറച്ചിട്ട് അടിച്ച് പ്രഷർ പോയതിന് ശേഷം എടുക്കുക. ഇതിപ്പോൾ നന്നായി വെന്ത തണുത്ത ചക്കക്കുരുവാണ്. പിന്നെ ഇത് 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് ബൂസ്റ്റ് വേണം, പിന്നെ നമ്മൾക്കൊരു പൂവമ്പഴം വേണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ചക്കക്കുരു ഒന്ന് അടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം ചക്കക്കുരു ഇട്ടിട്ട് അതിനകത്ത് അല്പം ഈ പാല് കട്ട ഇട്ട് ചക്കക്കുരുവിനെ ആദ്യം നമ്മൾക്ക് നന്നായി പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഫുള്ള് കട്ട ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, എൻ്റെ ചെറിയ ജാറായതുകൊണ്ട് ഇതെന്തായാലും മൊത്തം ഇതിനകത്ത് കൊള്ളില്ല. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ്, ബാക്കിയുള്ളതാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്കൊരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തർക്കിടെ ഇഷ്ടം പോലെ ഇടുക. പിന്നെ 1 സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർലിക്സ് ആയാലും മതി. അപ്പോൾ ഞാനൊരു സ്പൂൺ ബൂസ്റ്റ് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് പഴം പരമാവധി പൂവമ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൂവമ്പഴം ഇല്ലെങ്കിൽ വേറെ പാളയംകുടം പഴം ഒഴികെയുള്ള ഏതെങ്കിലും പഴം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പരമാവധി പൂവമ്പഴം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതും 1-2-3 കഷ്ണമായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി നല്ല തിക്കായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാനൊരു 2-3 പീസ് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 2-3 കഷ്ണം ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ചക്ക, അത് ഒന്ന് പൊളിച്ചിട്ട് ഗ്ലാസിൻ്റെ തുമ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനിപ്പോൾ നല്ല ഷോയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു ഷേക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.